ഞാൻ നേരത്തെ ഒരു ബണ്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ബണ്ടിൻ്റെ അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല. ഒരു ബണ്ട് എന്തോ കാണാനുള്ളത്. അപ്പോൾ ആ ഹാംഫു റിവറിൻ്റെ ഒരു വശമാണ്. അതെന്തോ കാണാൻ നമ്മൾ ആ റിവർ കണ്ടതാണ്. പിന്നെ അതിനിപ്പുറത്ത് എന്താ എന്താ കാണാനുള്ളത് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അപ്പം ഈ ബണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബസ് അങ്ങ് ദൂരേന്ന് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റിയത് ഒരു വലിയ വാള്. ഈ ബണ്ടെന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു ഉയരം എന്ന് പറയുന്നത് ഒരു ഒരു 30 അടി ഉയരം ഏറ്റവും കുറഞ്ഞത് കാണും. 30 അടി മുതൽ 40 അടി വരെ ഉയരം കാണും. അത് കിലോമീറ്ററുകളോളം നീളമുണ്ട് അതിന് ഒരു സൈഡ്. അതിൻ്റെ ആ ഹാംഫു റിവറിൻ്റെ ഒരു വശമാണ് അത്. അപ്പോൾ ഈ ബണ്ട് ഇതുപോലെ ഉയർത്തി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലയിടത്ത് പടവുകളുണ്ട് ഈ ബണ്ടിൻ്റെ പുറത്തോട്ട് കയറാൻ. അപ്പോൾ ദൂരേന്ന് കാണുന്നത് ഭയങ്കര കളറാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു ഏതാണ്ട് തുണിയൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് പല കളറുകളെന്ന് വിചാരിച്ചു. അടുത്തോട്ട് ഞങ്ങളെ ഇറക്കി അവിടെ വിട്ടു. ഞങ്ങൾ അങ്ങോട്ട് പോകണം. പോകുമ്പോഴാണ് പിന്നെ കാണുന്നത് ഇതിൻ്റെ ഈ മതിൽ എന്ന് പറയുന്ന മുഴുവൻ വളരെ കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ്. പൂക്കളെന്ന് പറഞ്ഞാൽ അത് ആദ്യം വിചാരിക്കും ഇതെങ്ങാനും ഈ പ്ലാസ്റ്റിക് പൂക്കളെങ്ങാനും കൊണ്ട് അലങ്കരിച്ച് വെച്ചേക്കാണെന്ന്. അങ്ങനല്ല, ഒറിജിനൽ ഫ്ലവേഴ്സാണ്. നല്ല ചുവന്ന പൂക്കൾ, ചുവപ്പും റോസും ഇടകലർന്നുള്ള പൂക്കൾ. അത് അതിൻ്റെ പച്ചിലകൾ അതിനകത്തുണ്ട്. കാരണം ആ ചെടി അവിടെ നിൽക്കുകയാണ്. അതെന്തോ ഒരു പ്രത്യേക ഒരു ചെടിയാണ്. അത് ഒരു കാണാനുള്ള ഒരു കാഴ്ചയാണ്. ഇടതിങ്ങനെയാണ് ആ പൂക്കൾ നിൽക്കുന്നത്. ആ പൂക്കളുടെ ഇടയിൽ അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈവാണ് ആ ഫ്ലവർ. ഇടയിൽ വലിയ പൂക്കളായിട്ട് ചുമ്മാതെ വെറുതെ അവർ വേറെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി. പക്ഷെ ഇത് എല്ലാം ഒറിജിനലാണ്. ഇത് കിലോമീറ്ററുകൾ നീളത്തിലുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കാഴ്ചയാണ്. വളരെ സുന്ദരമായ ഒരു കാഴ്ച. ഇത്രയും കൂടുതൽ നീളത്തിൽ ഇങ്ങനെ പൂക്കൾ അലങ്കരിച്ച് വെച്ചേക്കുന്ന ഒരിടവും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചേക്കാണ്. അത് ഞാൻ വേറെ ലോകത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. സ്വിറ്റ്സർലൻഡിലൊക്കെ നമ്മൾ പോയി ഇഷ്ടമാതിരി പൂക്കൾ കാണും, ധാരാളം കാണും. റോഡ് സൈഡിലും ഒക്കെ അങ്ങ് പൂവാണ്. പക്ഷെ ഇത് ഞാൻ ഇത്രയും കൂടുതൽ പൂക്കൾ ഈ രീതിയിലുള്ളത് ഇടതിങ്ങിയ പൂക്കൾ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ പടവുകളിലൂടെ നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ബണ്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാവുന്ന നദിയാണ്, ഹാംഫു റിവറാണ്. ആ റിവർ എന്ന് പറയുന്നത് നല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. അത് പകലും കാണാൻ നല്ലതാണ്. അതിൻ്റെ മറു സൈഡിലെല്ലാം കെട്ടിടങ്ങൾ, ഇപ്പുറത്തെ കെട്ടിടമില്ല ഈ ബണ്ടിൻ്റെ അവിടെ ഞങ്ങൾ പോയ ഈ ഭാഗത്ത്. അപ്പോൾ അത് ഒരു വലിയ കാഴ്ചയാണ്. അത് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് ആ കെട്ടിടങ്ങളും എല്ലാം കാണാം. എന്നിട്ട് ഇന്ന് ഈ ബണ്ടിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ആണ് നമുക്ക് നടക്കാനുള്ള ഫുട്പാത്ത് ഉണ്ട്, വലിയ ഫുട്പാത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ വലിയ റോഡാണ്, നല്ല ഹൈവേ. അതിൻ്റെ ആ ഹൈവേയുടെയും മറുവശത്ത് കാണുന്ന കെട്ടിടങ്ങൾ വലിയ പ്രത്യേകതയുണ്ട്. അത് വലിയ വാച്ച് കമ്പനികളുണ്ട് എല്ലാം. റോളക്സ്, അതുപോലെ ഒമേഗ തുടങ്ങിയ വാച്ചുകളാണ്. അത് പലതരം എല്ലാ കൂടിയ ബ്രാൻഡ് വാച്ചുകളും നമ്മൾ അവിടെ കാണാൻ കിട്ടും. അതിൻ്റെ ഷോറൂമുകളാണ്. ഷോറൂം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വെളിയിൽ ആദ്യം ഒരു ചെറിയൊരു ഭാഗം മാത്രം വാച്ചുകൾ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാം. ഒരു 10 വാച്ചെങ്ങാനും വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ കിട്ടും. ഒരു കണ്ണാടിക്കൂട്, നല്ല കല്ലുകൊണ്ട് പണിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് അത് ഓരോ ഈ ഷോറൂമുകൾ, ഞാൻ ഈ പറഞ്ഞ ഓരോ ഷോറൂമുകൾ, അത് നമുക്ക് തുറന്നകത്ത് കയറാം. ഈ ഓരോ ഷോറൂമുകളുടെയും വലിപ്പം എന്ന് പറയുന്നത് ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞത്. 5000ത്തിൽ കൂടുതൽ കാണും. ഒമേഗയുടെ ആണെന്ന് കണ്ടതാണ് ഏറ്റവും വലുത്. ആ ഷോറൂമുകളുണ്ട്. അവിടെ മുഴുവൻ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം അതിൻ്റെയാണ്. അതൊന്നും വിലപേശാൻ പറ്റുന്ന സ്ഥലമല്ല. അതിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. കാരണം അത് അങ്ങനെയുള്ള ബ്രാൻഡഡ് ഷോപ്സാണ് അവിടെ മുഴുവൻ ഉള്ളത്. അത് അത്തരത്തിലുള്ള ഒരു പോഷായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് ഷാങ്ഹായിലെ വളരെ പോഷായിട്ടുള്ള ഏരിയ ആണ് ഈ ബണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഹാംഫു റിവറിൻ്റെ ബണ്ട് ഏരിയ വളരെ
പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ അവിടുന്ന് അകത്തോട്ടുള്ള റോഡുണ്ട്. അപ്പോൾ കാരണം അവിടെ ആ ആ ആ റോഡിൽ ആണ് നമ്മുടെ ഈ ബസ് കൊണ്ടുവന്ന് നിർത്തേണ്ടത്. അത് നമുക്ക് കാരണം നമുക്ക് ഈ അതിൻ്റെ ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് അകത്ത റോഡിലേക്ക് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒരു ഒരു 50 അടി ഒരു 100 അടി ദൂരെയാണ് നമ്മുടെ ബസ് വന്ന് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയെന്ന് പറയുമ്പോൾ വിളിച്ച് പറയുമ്പോൾ ഡ്രൈവർ അവിടെ ബസ് കൊണ്ടുവരും. കാരണം അവിടെ പാർക്കിംഗ് ഏരിയ അല്ല. എന്നിട്ട് നമുക്കതിൽ കയറി വരാം. അങ്ങനെ ബസ് വരുന്നിടത്തോട്ട് ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വളരെ രസകരമായ കാഴ്ച കണ്ടേ. ഈ ചെറുപ്പക്കാർ പിള്ളേർ, കല്യാണം കഴിക്കുന്ന പിള്ളേർ, പുരുഷനും സ്ത്രീയുമായിട്ട് അവർ കല്യാണം കഴിഞ്ഞതാണ് അവരുടെ, അല്ലെങ്കിൽ അതിനോ പ്രീ വെഡിങ് ഷൂട്ടാണോ എന്നറിയത്തില്ല, അവർ നല്ല വേഷത്തിൽ വന്ന് നിന്ന് അവർ അഭിനയിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. ആ ഷൂട്ടിംഗ് ടീം തന്നെ കൂടുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയുടെ വസ്ത്രം ശരിയാക്കി കൊടുക്കുന്ന ആളുണ്ട്, പുരുഷൻ്റെ വസ്ത്രം റെഡിയാക്കി കൊടുക്കുന്ന ആളുണ്ട്. ഇതെല്ലാം അവരുടെ കൂടെ ഉണ്ട്. അവരുടെ മുഖത്ത്, അതായത് മുഖത്തൊക്കെ എല്ലാം നല്ലതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മേക്കപ്പ്, നമുക്ക് ഈ സിനിമയിലൊക്കെ പെട്ടെന്ന് വന്ന് മേക്കപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകൾ ഞാൻ കണ്ടേക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു 50 ഗ്രൂപ്പെങ്കിലും അവിടെ കാണും. അത് ഈ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവിടെ അതെന്തോ അതിൻ്റെ പ്രത്യേകത, ആ ഏരിയയിൽ എന്ത് ഉണ്ട് ഇത് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് കുറേ നേരം നോക്കി നിന്ന് കേട്ടോ. അത് വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. അതേപോലെ അത് ബസ്സിൽ കയറി ഞാൻ ഇരുന്നപ്പോൾ പോലും ഈ ബസ് പതുക്കെ മൂവ് ചെയ്തപ്പോൾ പോലും ഇത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ട കൂടുതൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഒരു 24 22 മുതൽ 24 വരെ വയസ്സ് വരുന്ന വധുവരന്മാരാണ്. അങ്ങനെയുള്ള എത്രയോ ബാച്ചുകൾ കാണാൻ പറ്റി. അതൊരു അവരുടെ ഒരു ആചാരമാണ് അവിടെ വന്ന് ഇത് എടുക്കണമെന്ന് ഉള്ളത്. അത് അങ്ങനെ അവർ ചെയ്യാറുണ്ട്. അത് വേറെ എങ്ങും ഞാൻ കണ്ടില്ല, അവിടെ മാത്രമാണ് അത് കണ്ടത്. അത് ഈ ബണ്ട് ഏരിയ, അത് അവിടുന്ന് അത് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് അവരുടെ ഫോട്ടോ ഒക്കെ നിർത്തിയെടുത്താൽ ഈ ബണ്ടിലെ പൂക്കൾ മുഴുവൻ കിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ആ രീതിയിലാണ് അവർ 2 സൈഡിൽ, റോഡിൻ്റെ 2 വശങ്ങളിലും നിന്നവരിത് എടുക്കുന്നുണ്ട്. അവരെ എടുത്ത് അവരെ കൂടെ നടക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അവർ വളരെ നല്ല രീതിയിലാണ് അവർ. ബാക്കി ഇതൊന്നും നമ്മൾ നടന്നു പോകുന്നവരെയൊന്നും അവർ ശ്രദ്ധിക്കത്തേയില്ല. നമ്മൾ അതിനെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവരത് വെയിറ്റ് ചെയ്ത് നിൽക്കും. നടക്കാൻ പാടില്ലെന്നൊന്നും അവർ പറയത്തില്ല. എല്ലാം നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ മാത്രമേ അവരത് ഷൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അത് മാത്രം ഏതാണ്ട് ബാക്കി ആളുകളൊക്കെ വരുന്നത് വരെ ഞങ്ങൾ ഏതാണ്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഞാനിത് കണ്ടുകൊണ്ടിരുന്നു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഞാൻ ലോകത്ത് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ലൊരു കാഴ്ചയാണ്. വധുവരന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് നല്ലൊരു കാഴ്ചയാണ്. ഏതായാലും അത് കാണാൻ പറ്റി.